ജസ്നിയ ജഗദീഷാണ്. ജഗദീഷ് അതെനിക്കിപ്പോ ശീലമായി. ഒന്നില്ലെങ്കിൽ ജസ്നിയ തെറ്റും അല്ലെങ്കിൽ ജഗദീഷ് തെറ്റും. അപ്പോൾ ശീലമായി. ഇറ്റ്സ് ജസ്നിയ ജഗദീഷ്. ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് കാര്യത്തിന് സോറി, ഒന്ന് ലേറ്റ് ആയതിന്. പിന്നെ ഇപ്പം ഈ കളിച്ച ഡാൻസ് ഒരിക്കലും നിങ്ങൾക്കൊരു സർപ്രൈസ് അല്ലായിരുന്നു, എനിക്കറിയാം. സർപ്രൈസ് ആയിരുന്നു, ഞാൻ വിചാരിച്ചു ഷോക്കാണെന്ന്. ആക്ച്വലി ഇന്നലെ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷന് എല്ലാവരും പെട്ടെന്ന് സോങ്ങിൻ്റെ പോർഷനൊക്കെ കട്ട് ചെയ്ത് വന്ന് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷെ അവിടെ കളിച്ചപ്പോഴും അത്ര വലിയ നന്നായിട്ടൊന്നുമില്ല, എന്നാലും മാനേജ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പെട്ടെന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സൈഡിൽ നിന്ന് വന്ന് കളിച്ച് ഒരു ഏരിയ, കുറച്ച് ഒരു 1 മിനിറ്റ് ഏരിയ ഉണ്ടായിരുന്നു. ഇത് പെട്ടെന്ന് ഹുക്ക് സ്റ്റെപ്പ് വരും പോവുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാം കൊളായി. സോറി ഫോർ ദാറ്റ്. ഇതൊരിക്കലും സർപ്രൈസ് അല്ലായിരുന്നു. ആൻഡ് കമ്മിങ് ടു സുമതി വളവ്, ഞാനിതിൽ ഒരു ബിഗിനറാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ ഇങ്ങനൊരു വലിയ ക്രൂവിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന തന്നെ വലിയൊരു അവസരമാണ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിനും പരിചയപ്പെടാൻ പറ്റിയതിനും വളരെ സന്തോഷം. ആൻഡ് യൂഷ്വലി കോളേജ് പ്രൊമോഷൻസിന് അഭിലാഷേട്ടനും വിഷ്ണു ചേട്ടനും എല്ലാവരുടെ അടുത്തും പറയാറുണ്ട് ടിക്കറ്റ് ലീവ് കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഇത്ര ആവേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യും എന്നാരും പറയാം, ചിരിച്ചിട്ട് ഇങ്ങനെ മെല്ലെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒഴിവാക്കാറേ ഉള്ളൂ. പക്ഷെ സാറ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും ഓഗസ്റ്റ് 1 സുമതി വളവ് ഫാമിലി ആയിട്ട് പോയിട്ട് കാണുക തിയേറ്ററിൽ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെന്റ്സും ഉള്ള ഒരു മൂവിയാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ. താങ്ക് യു. ഞാൻ മാളവിക മനോജ്. ഞാൻ തമിഴ് തെലുഗു ഒക്കെയാണ് കൂടുതൽ ചെയ്തത്. തമിഴിൽ ജോ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു, അതാണ് കൂടുതൽ പേർക്ക് അറിയുന്നത്. അപ്പം ഞാൻ അഭിയേട്ടൻ്റെ കൂടെ ആനന്ദ് ശ്രീബാലയിൽ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, അർജുൻ ചേട്ടൻ്റെ കൂടെ. അപ്പം അങ്ങനെയാണ് ഞാൻ സുമതിയിലേക്ക് വന്നത്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല ഈ പടം കണ്ടു കഴിഞ്ഞാൽ. ബിക്കോസ് നിങ്ങളുടെ ഹോപ്പൊന്നും വെക്കണ്ട, അങ്ങനെ ലൈക്ക് ബ്ലാങ്ക് ആയി പോയി കാണുക. നിങ്ങൾക്ക് യു വിൽ ലവ് ദ ഫിലിം, അത്ര എനിക്ക് പറയാനുള്ളൂ. സോ പ്ലീസ് സപ്പോർട്ട് us. ആക്ച്വലി ഡാൻസ് ഞങ്ങൾ ഇന്നലെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടെ, ഞാൻ, മാളു, ജസ്നിയ, സിജ, ജൂഹി, ഇനി അവർ 2 പേരും കൂടി ഉണ്ട്, അവർക്ക് ഇന്ന് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ 5 പേരും കൂടെ ഞങ്ങൾ ഇന്നലെ ഡാൻസ് ചെയ്തു. പക്ഷെ ഇന്ന് അവര് ട്രാക്ക് വെച്ചത് മാറിപ്പോയി. അതുകൊണ്ടാ അല്ലേ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പൊ ചെയ്ത ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് നിങ്ങളെല്ലാവരും, ഡാൻസേഴ്സ് ഒക്കെ നിങ്ങളെല്ലാവരും എന്തായാലും റീല് ചെയ്യണം. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യും. സുമതി വളവിനെ ടാഗ് ചെയ്യണം. ഓക്കെ? അപ്പോൾ ഓഗസ്റ്റ് 1 ഞങ്ങളുടെ സിനിമ റിലീസ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു ഹൊറർ മാത്രമല്ല, ഇപ്പം ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, അതുപോലെ തന്നെ റൊമാൻസ്, നല്ല നല്ല സോങ്സ് ഉണ്ട്. ഇത് 90s സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ആ കാലത്തെ പ്രണയം, കോമഡി എല്ലാം തന്നെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മാസ് എൻ്റർടൈനർ തന്നെയായിരിക്കും. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പോയി കാണാം. ഞാനിതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അർജുൻ ചേട്ടൻ്റെ ഫ്രണ്ടായിട്ടാണ്, പിന്നെ ബാലു ചേട്ടൻ്റെ പേരായിട്ടാണ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ സോറി ചോദിക്കാട്ടോ, അഭിയൊക്കെ ചോദിച്ചു. എന്നാലും 2:30 മുതൽ വെയിറ്റ് ചെയ്തിരിക്കാന്ന് മാം പറഞ്ഞു. ഞങ്ങൾ രാവിലെ 10:30 പുറപ്പെട്ടതാണ്, പക്ഷെ ഇവിടെ എത്താൻ ഇത്രയും ലേറ്റായി. റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പോകാനുള്ള സമയമായി, പക്ഷെ ഇനി 2 പേരും കൂടെ വരാണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ചു നേരം ഒന്ന് സംസാരിക്കും. ഒന്ന് ക്ഷമിച്ചേക്കാട്ടോ, ഒന്ന് സഹിച്ചേക്കാം, അതായിരിക്കും പറയേണ്ടത്. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ ഓഗസ്റ്റ് 1 കാര്യം മാം നോക്കുന്നു തോന്നുന്നു അല്ലേ മാം? എല്ലാ റെസ്പോൺസിബിലിറ്റിയും മാമിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. എല്ലാവരും പോയി പടം കാണാന്ന് മാത്രമേ പറയാനുള്ളൂ. പടം കാണാൻ നമ്മുടെ ഈ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുക. പടം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു ഫാമിലി എന്റർടൈനർ ആണെന്ന് തന്നെ വീട്ടിലെ എല്ലാവരെയും വിളിച്ചിട്ട് പോയി ഒരുമിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.